നമസ്കാരം. സാധാരണക്കാർക്ക് ഒരു ഇലക്ട്രിക് കാർ ഈ ഒരു സ്വപ്നം ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് പോകണിഞ്ഞിട്ടില്ല. ഇപ്പം നമുക്കറിയാം കൊമറ്റൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല ടിയാഗോയുടെ EV ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം വെച്ച് നോക്കിയാലും റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ടെക്നോളജിയിൽ അഫോർഡബിൾ റേഞ്ചിൽ, അതായത് അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും പെട്രോൾ കാറുകളേക്കാൾ ഇപ്പോൾ ഒരു 30-35% വില കൂടുതലാണ് ഇലക്ട്രിക് കാറുകൾക്ക്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത് കുറഞ്ഞ് ഏകദേശം പെട്രോൾ കാറിനേക്കാൾ ഒരു 10% to 15% വില കൂടിയാൽ പോലും അത് വാല്യുബിൾ ആണെന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അത്തരത്തിൽ ഒരു ഇലക്ട്രിക് കാർ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് വരും എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. BYDയുടെ സീഗൾ എന്ന് പറയുന്ന വാഹനമൊക്കെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്ന വാർത്തകളൊക്കെ നല്ല ശക്തമായി നിൽക്കുന്ന സമയത്ത് തന്നെ മാരുതി സുസുക്കി എന്ന് ഞാൻ പറയുന്നില്ല, സുസുക്കി ഗ്ലോബലി അവരുടെ 2 പ്രോഡക്റ്റുകൾ 2025 അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. EVX എന്ന് പറയുന്ന മോഡൽ, അതിനകത്ത് E4 ഇലക്ട്രിക് V4 വിറ്റാര, അതാണ് ഈ വിറ്റാര എന്ന് പറയുന്ന ഒരു ലേബലിൽ ഗ്ലോബലി ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ് അവരുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മാർക്കറ്റ്. 40-45 വർഷമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് മാരുതി സുസുക്കി. ഇന്നിപ്പോൾ നമുക്കറിയാം സുസുക്കിയുടെ പ്രോമിനൻസ് എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ മാർക്കറ്റ് തന്നെയാണ്. ഇനി വരാൻ പോകുന്ന ഒരു മോഡൽ എന്ന് പറയുന്നത് 2025 കാണിച്ച മറ്റൊരു മോഡലാണ് EWX W4 വാഗൺ ആർ എന്നുള്ള രീതിക്കാണ് നമ്മൾ കാണുന്നത്. ഇലക്ട്രിക് വാഗൺ ആർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഉടൻ തന്നെ വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഗ്ലോബലി ജാപ്പനീസ് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു വാഹനത്തെ ഇപ്പോൾ അൺവീൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഹനത്തെ ഇപ്പോൾ വിളിക്കുന്നത് സ്കൈ എന്നുള്ള പേരിലാണ്. ഇതൊരു കാറാണ്, നമുക്കറിയാം വളരെ ചെറിയൊരു കാറായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാറാണ് ഇപ്പോൾ ഇന്ത്യൻ ജനതയ്ക്ക് ആവശ്യം, സാധാരണക്കാർക്ക് ആവശ്യം. അവരുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുപോകാനായിട്ട് ഇത്തരത്തിലൊരു വാഹനം തീർച്ചയായിട്ടും ഉപകാരപ്രദമാകും. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു കോണ്ടന്റിന് വളരെ റിലവൻസ് ഉണ്ട്. എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു വാഹനം ഒരു ബോക്സി ഷേപ്പ് വാഹനമാണ്, നോട്ട് ലൈക്ക് കോമറ്റ്. അതായത് വൂളിങ്ങിൻ്റെ എയർ എന്ന് പറയുന്ന വാഹനത്തെ MG റീബാഡ് ചെയ്ത് കോമറ്റ് ആയിട്ട് ഇവിടെ വിൽക്കുന്നുണ്ട്. ആ വാഹനത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു വാഹനത്തിന് 2 ഡോറ് മാത്രമേ ഉള്ളൂ. മാത്രമല്ല ആ ഒരു വാഹനത്തിന് റേഞ്ച് എന്ന് പറയുന്നത് ഒരു 180 കിലോമീറ്ററൊക്കെ ഓൺ ആൻ ആവറേജ് നമ്മുടെ ആക്ച്വൽ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസിനൊക്കെ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ കിട്ടുന്നു എന്ന് പറയുന്നത് ആ വാഹനത്തിന് കൊടുക്കുന്ന പ്രൈസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. 310 കിലോമീറ്ററാണ് കമ്പനി പറഞ്ഞിട്ടുള്ള റേഞ്ച്. അതായത് ഇപ്പോൾ ജാപ്പനീസ് മാർക്കറ്റിലേക്ക് വേണ്ടിയിട്ട് ലോഞ്ച് ചെയ്ത സ്കൈ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ റേഞ്ച് 310 കിലോമീറ്ററാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും 310 നിന്നും ഒരു 50 കിലോമീറ്റർ കുറച്ചാൽ പോലും തീർച്ചയായിട്ടും നമുക്കൊരു 250 അല്ലെങ്കിൽ 260 കിലോമീറ്ററൊക്കെ നമ്മുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിന് ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ ഒരു വാഹനം ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3395 മില്ലിമീറ്ററാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നല്ല വിഡ്ത്ത് കുറഞ്ഞൊരു വാഹനമാണ്. 1475 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത്. ഹൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1625 മില്ലിമീറ്ററാണ്. പക്ഷേ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് ആണ്. നല്ല രീതിക്ക് വീൽ ബേസ് കമ്പനി കൊടുത്തു എന്നുള്ളത് സുപ്രധാനമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അത് സ്പേസ് മാനേജ്മെൻറ്റിന് നല്ല രീതിക്ക് ഉപകാരപ്രദമാകും. കാരണം വാഗണാറിൻ്റെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റും അല്ലെങ്കിൽ യുണീക്ക് സെല്ലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് തന്നെ ആ ഒരു വാഹനത്തിൻ്റെ ബോക്സി സ്ട്രക്ചർ തന്നെയാണ്. അതിനകത്ത് ഇരിക്കാനും ഇറങ്ങാനും കയറാനും ഇറങ്ങാനൊക്കെ വളരെ വളരെ എളുപ്പമാണ്. കുറച്ച് പ്രായം ആയ ആളുകൾ, അങ്ങനെ ഞാൻ പറയുന്നില്ല, കുറച്ച് വാഹനത്തിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള, അതായത് സെഡാൻ ടൈപ്പ് ഓഫ് വാഹനങ്ങളിൽ കുറച്ച് താഴ്ന്നിരിക്കണം, അതിൽ നിന്നും എണീക്കുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് സ്ട്രെസ് എടുത്തിട്ടായിരിക്കും പുറത്തോട്ട് ഇറങ്ങുന്നത്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഇത്തരം വാഹനങ്ങളിൽ മാക്സിമം കുറവാണ് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിനും ആ ഒരു സ്ട്രക്ചർ തന്നെയാണ്. വീൽ ബേസിലേക്ക് വരുമ്പോഴത്തേക്കും 2460 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. ഈ ഒരു വാഹനത്തിൻ്റെ കർബൈറ്റ് എന്ന് പറയുന്നത് 1030 കിലോഗ്രാം മാത്രമാണ്. ഇപ്പോൾ അറിവായിട്ടുള്ള ഒരു സ്പെക്ക് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു പിൻവീൽ ഡ്രൈവ് വാഹനമല്ല. കൊമറ്റുമായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ നമുക്ക് കഴിയില്ല. കാരണം അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു വാഹനമാണ്. ഇത് ഒരു എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വാഹനമാണ്. ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമായിരിക്കും. കോമറ്റൊക്കെ ഒരു റിയർ വീൽ ഡ്രൈവ് വാഹനമാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്നാൽ പോലും ആ ഒരു സൈസിൽ ഇപ്പോൾ കമ്പയർ അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കമ്പയർ ചെയ്യുന്നത് കൊമറ്റോ ആയിട്ടാണെങ്കിൽ പോലും ഈ ഒരു വാഹനം കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ടിയാഗോ EVയുമായിട്ടായിരിക്കും. അപ്പോൾ ഇതൊരു ഫ്രണ്ട് വീൽ ഡ്രൈവ് വാഹനമാണ്.
26 kWh ബാറ്ററി പാക്കാണ് ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. മോസ്റ്റ് പ്രോബബ്ലി LFP ബാറ്ററി തന്നെയായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റമൊക്കെ വളരെ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊണ്ടുവരുന്നത്. സുസുക്കിയുടെ ഒരു വാഹനമാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ പറയുന്ന നെറ്റ്വർക്കിൻ്റെ, അതായത് സർവീസ് ശൃംഖലകളുടെ ഒരുപാട് സർവീസ് ശൃംഖലകൾ നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് കാറുകളിൽ വരുന്ന ചെറിയ ചെറിയ നിഗിൾസ് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്ത് സോൾവ് ചെയ്യാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട്. കാരണം ഈ പറയുന്ന സുസുക്കി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ അത്രത്തോളം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് മറ്റൊരു വാഹന നിർമ്മാണ കമ്പനിക്ക് നിലവിൽ ഇന്ത്യയിലുണ്ടോ എന്നുള്ളത് വലിയ സംശയം തന്നെയാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ശരിക്കും 4 ഡോർ വാഹനമാണ്. ഡിക്കി ഞാൻ കൂട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഡോർ വാഹനം എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഈ 4.4 മീറ്റർ ടേണിംഗ് റേഡിയസ് ഉള്ള ഈ ഒരു വാഹനം സിറ്റി യൂസിന് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി അത്യാവശ്യം നല്ല നെറ്റ്വർക്ക് അല്ലെങ്കിൽ ചാർജിങ് സ്റ്റേഷനൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തെ കുറച്ച് ലോങ് ഒക്കെ ഓടിച്ചുകൊണ്ട് പോകാനും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഇലക്ട്രിക് കാറുകൾ എപ്പോഴും ഈ പറയുന്ന ട്രാഫിക്കിൽ ഓടിക്കുമ്പോഴത്തേക്കും റീജനറേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയിലൂടെ കൂടുതൽ ചാർജ് വീണ്ടും ബാറ്ററിയിലേക്ക് തിരിച്ചു കയറുന്നു എന്നൊരു പ്രത്യേകതയും കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഫാബ്രിക് ക്വാളിറ്റിയൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയർ തന്നെയാണ്. വളരെ മികച്ച ഒരു ഇൻറ്റീരിയറാണ്. ഒരു കട്ട് സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഇപ്പോൾ ജാപ്പനീസ് സ്പെക്കിൽ നമ്മൾ കാണുന്ന ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ, അത് മാത്രമല്ല 14 ഇഞ്ചിൻ്റെ വീൽസ്, അത് ശരിക്കും ഒരു എയറോഡൈനാമിക് പ്രൊപ്പോർഷനേറ്റിനെ എൻഹാൻസ് ചെയ്യത്തക്ക രീതിയിലാണ് ആ ഒരു വീലുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ 360 ഡിഗ്രി ക്യാമറ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ പ്രൈസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് അതിലുണ്ടായിരിക്കും. പക്ഷേ നിലവിൽ ബേസിക്കലി ഈ ഒരു വാഹനത്തിലുള്ള മെക്കാനിക്കൽ കാര്യങ്ങളിലോ അല്ലെങ്കിൽ ബാറ്ററി പാക്കിൻ്റെ ഒന്നും കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കമ്പനി കൊണ്ടുവരാനുള്ള സാധ്യതയില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു കൊണ്ടൊരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനത്തിൽ ഹീറ്റ് പമ്പ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിവിധ സീസണുകളിൽ, കാരണം ഇന്ത്യയിൽ എന്ന് പറയുന്നത് വളരെയധികം വൈവിധ്യമായിട്ടുള്ള പ്രകൃതി ഉള്ള ഒരു രാജ്യം തന്നെയാണ്. വിവിധ സീസണുകൾ ഇന്ത്യയിൽ ജനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ശരിക്കും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹീറ്റ് പമ്പ് സിസ്റ്റം ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കമ്പനി പറയുന്നത്. അത് ശരിക്കും ഈ തെർമൽ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിന് തന്നെയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് തീർച്ചയായിട്ടും വരും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് സുസുക്കിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഒരുപാട് വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള മികച്ച ഇലക്ട്രിക് കാറുകളും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് സുസുക്കി കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. ഈ ഒരു വാഹനം ശരിക്കും സുസുക്കിയുടെ ഗ്ലോബലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഇലക്ട്രിക് വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. കാരണം ഈ ഒരു വാഹനം കോമ്പറ്റ് ചെയ്യുന്നത് കോമറ്റിനോടും അതുമാത്രമല്ല ടിയാഗോ EVയോടൊക്കെയാണ്. അപ്പോൾ ടിയാഗോയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു 256 ടു ഒരു 315 കിലോമീറ്റർ ആ ഒരു റേഞ്ചൊക്കെയാണ് കമ്പനി രണ്ട് വ്യത്യസ്തമായിട്ടുള്ള ബാറ്ററി പാക്കിൽ ക്ലെയിം ചെയ്യുന്നത്. അതായത് 19.2 kWh ബാറ്ററി പാക്ക് ഉണ്ട്, അത് മാത്രമല്ല 24 kWh ബാറ്ററി പാക്ക് ഉണ്ട്. പക്ഷേ കോമറ്റിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 230 പറഞ്ഞാലേ 180 കിട്ടുന്നുള്ളൂ. ഇവിടെ 310 പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമുക്കൊരു 250 260 തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 6 എയർ ബാഗ് ഉണ്ടായിരിക്കും, ABS വിത്ത് EBD ESC ഇങ്ങനെയുള്ള സേഫ്റ്റി കാര്യങ്ങളിൽ സുസുക്കി വളരെയധികം ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും ഇത്തവണ കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. 10.2 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ടായിരിക്കും. അത് മാത്രമല്ല ഡിജിറ്റൽ ക്ലൈമറ്റ് കൺട്രോൾ, ഡിജിറ്റൽ ക്ലസ്റ്റർ, ഹീറ്റഡ് സീറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ജാപ്പനീസ് സ്പെക്കിൽ കാണുന്ന വാഹനത്തിൽ കാണുന്നുണ്ട്. ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ് കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. പക്ഷേ ഇന്ത്യൻ സ്പെക്കിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായിട്ടുള്ള ചെറിയ ചെറിയ ഫീച്ചേഴ്സിൻ്റെ അഭാവങ്ങൾ നമുക്കവിടെ കാണാം. പക്ഷേ പ്രാഥമികമായിട്ട് ഇത്തരം കാര്യങ്ങളൊന്നും കമ്പനി ഇപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വാഹനം 2027 ഫസ്റ്റ് ക്വാർട്ടർ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.